പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി പത്തനംതിട്ട ജില്ലയിൽ 10 വർഷത്തിനിടെ മയക്കുമരുന്ന് കേസുകൾ ഇരട്ടിയായി വർദ്ധിച്ചു. 2013 7 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. എന്നാൽ 2023 ആയപ്പോഴേക്കും ഇത് 115 കിലോയായി വർദ്ധിച്ചു. 2012 മയക്കുമരുന്ന് കഞ്ചാവ് കേസുകളുടെ എണ്ണം 22 ആയിരുന്നു. 2022 രജിസ്റ്റർ ചെയ്തത് 524 കേസുകൾ എന്നാണ് കണക്ക്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ് ഈ വാർത്ത. വിശദാംശങ്ങളുമായി AV ജയശങ്കർ തത്സമയമുണ്ട്. ജയശങ്കർ, ഞെട്ടിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അതിപ്പോൾ ഏത് തരത്തിലേക്കാണ് നമ്മൾ അതിനെ കാണേണ്ടതിൽ? കോവിഡ് കാലത്തിന് ശേഷം ഈ കണക്കിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട് എന്നത് കൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. അതായത് പോലീസ് എടുത്ത കേസുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ അവലോകനത്തിലാണ് ഇത്തരം ഒരു കണക്ക് വരുന്നത്. 2013 7 കിലോ കഞ്ചാവ് പിടിച്ചപ്പോൾ 2023 പിടികൂടിയത് 115 കിലോ കഞ്ചാവാണ് പത്തനംതിട്ട ജില്ലയിൽ. 2012 മയക്കുമരുന്ന് കേസുകൾ 12 ആയിരുന്നു, കഞ്ചാവ് കേസുകൾ 10 ആയിരുന്നു. എന്നാൽ 2022 എത്തിയപ്പോൾ മയക്കുമരുന്ന് കേസുകൾ മാത്രം 524 ആയി. കഞ്ചാവ് കേസുകളുടെ എണ്ണം 76 ഉയർന്നു. 2024 72 കഞ്ചാവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഒപ്പം തന്നെ MDMA കേസുകൾ 5 എണ്ണമായി. ഈ കഞ്ചാവ് വീട് ഉപയോഗിച്ചതിന് മാത്രം 190 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് പ്രാദേശികമായി കഞ്ചാവ് ചെറിയ മൈക്രോ ലെവലിൽ വിതരണം ചെയ്താണ് ഇത്തരം കഞ്ചാവ് വീടുകൾ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ആകെ 2024 268 കേസുകളിൽ 300ഓളം പേർ പിടിയിലായി. ജില്ലയിൽ MDMA ഉൾപ്പെടെയുള്ള കേസുകൾ വ്യാപിച്ചത് കോവിഡിന് ശേഷം എന്നാണ് പോലീസിന്റെ ഇത്തരം ഡാറ്റ അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് ഇങ്ങനെ ജില്ലാടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഡാറ്റകൾ ഏകോപിച്ച് വരുന്നേ. പക്ഷേ നമുക്ക് ജില്ലയിൽ നിന്ന് ചില സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പൊതുവിൽ ജില്ലയിൽ കോവിഡിന് ശേഷം ഇത്തരത്തിൽ കഞ്ചാവ് മറ്റ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിലെ വലിയ വർധനവുണ്ട്. ഈ 2012 2023 ഒക്കെ കേസുകൾ പരിശോധിക്കുമ്പോൾ ഇവിടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർഷം ആരംഭത്തിൽ തന്നെ ഈ മയക്കുമരുന്നിനെതിരെയും കഞ്ചാവിനെതിരെയും പോലീസും എക്സൈസും വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഈ 3 മാസത്തെ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഇവിടെ അളവ് വലിയ തോതിൽ ഉയരാനുള്ള ഒരു സാധ്യതയാണ്. എന്തായാലും താഴെ തട്ടിൽ അടിസ്ഥാന ഘടകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സൈസും പോലീസും ദിനം പ്രതി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയുണ്ട്. എക്സൈസും ഉൾപ്പെടെ ആളുകൾ ഈ മെയ് മാസത്തിൽ മാത്രം മാർച്ച് മാസത്തിൽ മാത്രം 800ഓളം കേസുകൾ എക്സൈസ് മാത്രം പിടിച്ചെന്ന് എക്സൈസിന്റെ ഒരു വാർത്താക്കുറിപ്പ് ഇന്ന് വന്നിരുന്നു. അങ്ങനെ അത്തരത്തിൽ വിപുലമായ രീതിയിൽ പോലീസും എക്സൈസും എല്ലാം തന്നെ താഴെ തട്ടിൽ പരിശോധനകൾ കർശനമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം ഉയരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതായത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം പത്തനംതിട്ട ജില്ലയിൽ 40 ഇരട്ടിയിലേറെ മയക്കുമരുന്ന് കേസുകൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്.